അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിന്നിട്ടില്ലെങ്കിൽ ഇറാനെ കത്തിക്കുമെന്ന പുതിയ ഭീഷണി മുഴക്കി വീണ്ടും എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൊൽപ്പടിക്ക് നിർത്തി മാത്രം ശീലമുള്ള അമേരിക്കയുടെ മുന്നിൽ കീഴടങ്ങാൻ തയ്യാറാകാത്ത മനസ്സുമായി തന്നെയാണ് ഇറാന്റെ നിൽപ്പ്. എത്ര നോവിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഏതൊരു ആയുധത്തെക്കാൾ മൂർച്ചയുള്ള വജ്രായുധം ഇറാന്റെ കയ്യിലുണ്ട്. എന്താണ് എന്നല്ലേ? ചങ്കൂറ്റമെന്ന വജ്രായുധം. ലോകത്തെ മുഴുവൻ ചട്ടം പഠിപ്പിക്കുന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന് ബദലായി ഇറാൻ ഒരുക്കിയെടുത്ത വജ്രായുധം തോൽക്കാത്ത മനസ്സു തന്നെയാണ്. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തുതന്നെയായാലും കമന്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആണവ കരാർ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിനിടെ ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ആണവായുധങ്ങൾക്കായുള്ള നീക്കം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടികളിൽ നിന്ന് അമേരിക്ക പിന്മാറില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ആണവ കരാർ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന ഇറാന്റെ ആരോപണത്തിനായിരുന്നു ട്രംപിന്റെ മറുപടി. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ സൈനിക ആക്രമണം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും അങ്ങനെ സംഭവിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. വീണ്ടും പഴയ പല്ലവി തന്നെയാണ് അമേരിക്ക നടത്തുന്നത് എന്നതാണ് ഇവിടെ ശ്രദ്ധേയം. അമേരിക്ക പറയുന്നത് കേട്ട് അങ്ങ് വിറച്ചു പോകാൻ ഇറാൻ തയ്യാറല്ലെന്നും വേണമെങ്കിൽ ആയുധമെടുക്കാൻ ഇറാൻ യാതൊരു മടിയുമില്ലെന്ന കാര്യവും എല്ലാവർക്കും വ്യക്തമാണ്. എന്നിട്ടും താൻ എന്തൊക്കെയോ സംഭവമാണെന്ന് ലോകത്തെ കാണിക്കാനുള്ള തത്രപ്പാടിലാണ് അമേരിക്ക. അമേരിക്കയെ ഇറാൻ പറ്റിക്കുകയാണെന്ന് അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ശനിയാഴ്ച ഒമാനിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞിരുന്നു. ആണവായുധം എന്ന ആശയം ഇറാൻ ഒഴിവാക്കണമെന്നും അവർക്ക് ആണവായുധം കൈവശം വെക്കാൻ കഴിയുന്നില്ലെന്നുമാണ് അമേരിക്കൻ കമാൻഡർ ഇൻ ചീഫ് പറഞ്ഞത്. അതേസമയം അമേരിക്കയുടെ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞ് ഇറാൻ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നില്ലെന്നാണ് ഇറാന്റെ നിലപാട്. അമേരിക്ക ഇറാൻ ആണവ കരാറിലെ രണ്ടാം ഘട്ട ചർച്ച ശനിയാഴ്ച ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിൽ വെച്ച് നടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കണം. 1945 ജൂലൈ 16 ലോകത്താദ്യമായി ഒരു ന്യൂക്ലിയർ പരീക്ഷണം നടക്കുന്നത്. അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിൽ വെച്ചായിരുന്നു അത് നടന്നത്. അത് അമേരിക്കയുടെ പരീക്ഷണമാണ്. ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ കഴിവ് തെളിയിക്കാൻ അമേരിക്ക കണ്ടെത്തിയ വിപത്തിന്റെ പേരാണ് ന്യൂക്ലിയർ ആയുധങ്ങൾ. പിന്നീട് ആ ആയുധം അമേരിക്ക ജപ്പാൻ ജനതയ്ക്ക് മുകളിൽ വർഷിക്കുകയും ചെയ്തു. ഇതോടെയാണ് പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുന്നത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിപത്താണ് ആണവായുധങ്ങളെന്ന് ലോകം തിരിച്ചറിഞ്ഞ കാലഘട്ടം കൂടിയായിരുന്നു അത്. പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് ആണവായുധം നിർമ്മിക്കുന്ന ഏതൊരു രാജ്യത്തിനും കടിഞ്ഞാണിടാൻ ശ്രമിക്കുന്ന അമേരിക്കയാണ്. ഇപ്പോഴും ആ ശ്രമം അമേരിക്ക ഉപേക്ഷിച്ചിട്ടില്ല. എന്നാൽ അമേരിക്കയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ള ഇറാനെതിരെ ഒരു നീക്കത്തിനും ട്രംപ് ഈ സാഹചര്യത്തിൽ തയ്യാറാകാൻ ഒരു സാധ്യതയുമില്ല. മാത്രവുമല്ല, ഇറാനൊപ്പം തൂണും തുണയുമായി നിൽക്കുന്നത് റഷ്യയാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഈ ആഴ്ച റഷ്യ സന്ദർശിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കയുമായുള്ള ആണവ കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ റഷ്യൻ സന്ദർശനം ചർച്ചയാകുന്നത്. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ കരാർ പരോക്ഷ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും കാര്യമായ പുരോഗതിയൊന്നും സംഭവിച്ചിരുന്നില്ല. ഇരു സർക്കാരുകളും തമ്മിൽ ആണവ കരാർ ഔദ്യോഗിക അവസാനം ചർച്ച നടത്തി ബറാക് ഒബാമയുടെ കാലഘട്ടത്തിലായിരുന്നു. അമേരിക്ക അനുസരിച്ചിട്ടില്ലെങ്കിൽ കൊടിയ വിപത്തുകൾ സംഭവിക്കുമെന്ന് തന്നെയാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും കേട്ട് ഒട്ടും കൂസലില്ലാതെയാണ് ഇറാന്റെ നിൽപ്പ്. ഇറാനെ പിടിച്ചുകെട്ടാൻ ഇറാന്റെ ചങ്ങാതിയായ റഷ്യയുടെ കാൽ പിടിച്ചിരിക്കുകയാണ് അമേരിക്ക. അതാണ് അടുത്ത കാലത്തായി ട്രംപ് നടത്തിയ പുത്തിന്റെ വാഴ്ത്തലുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇപ്പോൾ സൗഹൃദത്തിലാണെങ്കിലും അമേരിക്കയെ വിശ്വസിക്കരുത് എന്ന പാഠം പുതിന് അറിയാം. അതുകൊണ്ട് തന്നെ ഒരകലം ഈ വിഷയത്തിൽ അവർ പാലിച്ചിട്ടുമുണ്ട്. ഉക്രൈൻ റഷ്യ സംഘർഷം പരിഹരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനുമായി ഫോൺ സംഭാഷണത്തിന് മുൻകൂട്ടി സമയം തയ്യാറാക്കിയിരുന്നിട്ടും അമേരിക്കൻ പ്രസിഡന്റിനെ 1 മണിക്കൂറോളം കാത്തു നിർത്തിയ ശേഷം മാത്രമാണ് പുതിൻ ഫോൺ സംഭാഷണത്തിന് തയ്യാറായത് പോലും. ആ ചർച്ചയിൽ റഷ്യയുടെ താൽപര്യം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് വ്യക്തവുമാണ്. മാത്രവുമല്ല, ഇക്കഴിഞ്ഞ ഏപ്രിൽ 12 ഉക്രൈന്റെ മണ്ണിൽ അമേരിക്കയുടെ A-16 യുദ്ധവിമാനം വെടിവെച്ചിട്ടും റഷ്യ അവരുടെ വീര്യം പ്രകടമാക്കിയിട്ടുണ്ട്. ഒരു F-16 വിമാനത്തിന്റെ അടിസ്ഥാന വില തന്നെ $63 ദശലക്ഷം വരും. ആർക്കും തകർക്കാൻ പറ്റില്ലെന്ന് അമേരിക്ക കൊട്ടിഘോഷിച്ച A-60 വിമാനത്തെ S-400 ട്രയഫ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് റഷ്യൻ സൈന്യം തകർത്ത് കളഞ്ഞത്. ഇക്കാര്യം റഷ്യൻ സൈന്യവും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരം 2 വിമാനങ്ങളാണ് ഉക്രൈൻ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. S-400ന്റെ മുൻഗാമിയായ S-300 മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ നവീകരിച്ച മോഡൽ നിരവധി എണ്ണം നിലവിൽ ഇറാന്റെ കൈവശമുണ്ട്. ഇതിന്റെ സകല ടെക്നോളജിയും റഷ്യ തന്നെയാണ് ഇറാന് നൽകിയിട്ടുള്ളത്. ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ഉപയോഗിച്ചാണ് ഇറാഖിലെ അമേരിക്കൻ വ്യോമ മേഖലയിൽ നിന്ന് ഇറാനെ ആക്രമിച്ച ഇസ്രയേൽ യുദ്ധവിമാനങ്ങളെ ഇറാൻ സൈന്യം നേരിട്ടിരുന്നത്. റഷ്യൻ ടെക്നോളജിയിൽ ഊന്നിക്കൊണ്ട് ഇറാന്റെ വളർച്ചയാണ് ട്രംപിനെ
പ്രകോപിപ്പിക്കുന്നത് പോലും. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനെത്തിയ ഇസ്രായേലിന് ഇറാൻ വ്യോമമേഖലയിൽ കയറാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിരോധമാണ് തീർത്തത്. S-300 പുറമെ S-400 നിരവധി യൂണിറ്റുകളും ഇറാന് റഷ്യ നൽകിയിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും സംശയിക്കുന്നത് ഇതുതന്നെയാണ്. ഇത്രയും നൂതന ആയുധങ്ങൾ ഇറാന്റെ കൈവശമെത്തുന്നത് ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കപ്പലിന് പോലും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. മാത്രവുമല്ല, മിസൈൽ സിറ്റി കാണിച്ച് ലോകത്തെ ഞെട്ടിച്ച ഇറാന്റെ ആയുധപ്പുരയിൽ ഇനിയും വലിയ മാരകായുധങ്ങൾ ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പായി കഴിഞ്ഞു. ലോകത്തെ കാണിച്ചതിനേക്കാൾ വലിയ ആയുധങ്ങൾ അവർ കരുതിയിട്ടുണ്ടാകുമെന്ന തിരിച്ചറിവാണ് അമേരിക്കയെ എങ്ങനെയെങ്കിലും ഇറാനെ ഒതുക്കാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. ഉത്തര കൊറിയയുമായി സൈനിക കരാറിൽ ഒപ്പുവെച്ച റഷ്യ ഇറാനുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാനെ ആക്രമിച്ചാൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത്. ഇറാന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ അമേരിക്ക ആരാണ് എന്ന ചോദ്യമാണ് റഷ്യ ഉയർത്തുന്നത്. വളരെ പ്രസക്തവുമാണല്ലേ അത്. അമേരിക്ക പഠിച്ച പണി 18 നോക്കിയിട്ടും ഇതുവരെ ഹൂതികളെ പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഹമാസിനേക്കാളും ഹൂതികളെക്കാളും ഹിസ്ബുള്ളയെക്കാളും ഒക്കെ ഭയക്കേണ്ടത് ഇറാനെയാണെന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്. ഹൂതികൾക്കെതിരെ പോലും ആയുധമെടുക്കാൻ അമേരിക്കയ്ക്ക് ഭയമാണ്. ദരിദ്ര രാഷ്ട്രത്തിലെ ഒരു സായുധ സംഘത്തെ പോലും നിലയ്ക്ക് നിർത്താനാകാത്ത അമേരിക്ക ഇറാന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് സ്വീകരിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയാത്ത ഒരു കാര്യം. ആണവശക്തിയാകുന്നതിന്റെ അരികിൽ നിൽക്കുന്ന ഇറാൻ ആണവായുധങ്ങൾ കരസ്ഥമാക്കിയാൽ അത് ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും വലിയ തലവേദന സൃഷ്ടിക്കുമെന്നതാണ് അമേരിക്കയുടെ ഭയം. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ആക്രമിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് കളയാമെന്ന നിലപാടിലേക്ക് അമേരിക്ക ഇപ്പോൾ എത്തിയത്. ആണവ കരാറുമായി ഇറാൻ സഹകരിച്ചിട്ടില്ലെങ്കിൽ ബോംബിടുമെന്ന് ട്രംപ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഈ അപകടം മുന്നിൽ കണ്ടു തന്നെ. ഇതിന് മറുപടിയായി ആത്മാഭിമാനം പണയം വെച്ചുള്ള ഒരു കരാറിനും തങ്ങൾ തയ്യാറല്ലെന്ന് പരസ്യമായി പ്രതികരിച്ച് തന്നെയാണ് ഇറാൻ തന്റെ ചങ്കൂറ്റം പ്രകടമാക്കിയത്. ചർച്ച എവിടെയും എത്തിയില്ലെങ്കിൽ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് ഇറാൻ വലിയ അപകടത്തിലാകാൻ പോകുന്നു എന്നതായിരുന്നു ട്രംപിന്റെ മറുപടി. അമേരിക്കയുടെ ആണവ പദ്ധതിയെക്കുറിച്ച് നേരിട്ട് ചർച്ചകൾ നടത്തണമെന്നാവശ്യപ്പെട്ട ട്രംപ് അടുത്തിടെ ഇറാന്റെ പരമോന്നത ആയത്തുള്ള അലി ഖമേനിക്ക് കത്തും അയച്ചിരുന്നു. എന്നാൽ ഇറാൻ ട്രംപിന്റെ അഭ്യർത്ഥന നിരസിച്ചു. അമേരിക്കയുമായി ഒത്തുപോകാൻ ഒരിക്കലും തയ്യാറല്ലെന്നു തന്നെയായിരുന്നു ഇത്തവണയും ഇറാന്റെ നിലപാട്. എന്നാൽ ഇതേ ആവശ്യം ഉന്നയിച്ച് അമേരിക്ക റഷ്യയെ സമീപിക്കുകയും ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ, അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ചർച്ച ഒമാനിൽ വെച്ച് നടക്കുകയും ചെയ്തു. ആണവ കരാറിൽ ഒപ്പിടാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ബോംബിട്ട് തകർക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ഇറാൻ മിസൈൽ ഭീഷണിയും ഉയർത്തിയിരുന്നു. കഴിഞ്ഞയാഴ്ചയായിരുന്നു അമേരിക്കയുടെ ഭീഷണി വന്നത്. എന്നാൽ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും കനത്ത തിരിച്ചടി നൽകുമെന്നുമായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ്. ലോകമെമ്പാടുമുള്ള അമേരിക്കയുടെ സ്ഥാപനങ്ങൾ തരിപ്പണമാക്കാനുള്ള മിസൈലുകൾ ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട് എന്നായിരുന്നു ഇറാൻ ഭരണകൂടം വ്യക്തമാക്കിയത്. വിക്ഷേപിക്കാൻ തയ്യാറായ ഈ മിസൈലുകളിൽ ഗണ്യമായ എണ്ണം രാജ്യത്തുടനീളം സജ്ജീകരിച്ചിട്ടുള്ള ഭൂഗർഭ അറകളിൽ ഭദ്രമാണ്. അവ വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയുമാണ് എന്ന് ഇറാൻ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടെഹ്റാൻ ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ആണവ കരാറുമായി ബന്ധപ്പെട്ട് നിരന്തരം ചർച്ചകൾ നടക്കുന്നു എന്നല്ലാതെ തീരുമാനമെടുക്കാൻ ഇറാൻ വൈകുന്നതിൽ പ്രകോപിതനായിട്ടാണ് ഇറാൻ നേരെ ട്രംപ് നേരത്തെ ബോംബ് ഭീഷണി മുഴക്കിയത്. അവർ കരാർ ഉണ്ടാക്കുന്നില്ലെങ്കിൽ അവിടെ ബോംബ് വർഷിക്കപ്പെടുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. അവർ ഇന്നേ വരെ കാണാത്ത തരത്തിൽ ബോംബുകൾ പതിച്ചുകൊണ്ടിരിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണ ഭീഷണിക്ക് പുറമെ നികുതി, ചരക്ക് നിരോധനം തുടങ്ങി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇറാൻ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഇതിന്റെ മുന്നിൽ തോൽക്കാൻ ഇറാന് മനസ്സില്ലെന്ന് മാത്രം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇറാനെ നേരിടാൻ അമേരിക്കയ്ക്ക് കഴിയുമോ? നിങ്ങളുടെ ഉത്തരം എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്താൻ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.